ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങിയ ഒരു ദിവസത്തെ പരിപാടിയാണിത്. രാവിലെ തന്നെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം ഒരുക്കി. അവന്മാരെ ഒരുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സത്യത്തിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ വീഡിയോ ആണ് ഇത്. ഞങ്ങളെല്ലാം പോകാൻ റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. പിന്നെ ഇതുകൊണ്ട് പപ്പ ചെറിയൊരു ദേഷ്യത്തിലാണ്. കാരണം ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ ഇച്ചിരി ഒന്ന് താമസിച്ചു പോയി. അതിൻ്റെ ഒരു മൂശാട്ടയിലാണ് പപ്പ ഇരിക്കുന്നത്. പപ്പായ്ക്ക് ഒരു കാര്യമുണ്ട്. നേരത്തെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും പപ്പായ്ക്ക് അവിടെ എത്തണം എന്നുള്ളൊരു നിർബന്ധമുള്ള ആളാണ്. അപ്പം പപ്പ ഒരുങ്ങിയിരുന്ന് മമ്മിയും ഒരുങ്ങിയിരുന്ന് എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരുങ്ങുന്നത്. അപ്പം ഞാനൊരിച്ചിരി ലേറ്റായി. അതിൻ്റെ ഒരു മൂഡ് ഓഫാണ് ഞങ്ങളുടെ ഫാദർ അവിടെ ഇരിക്കുന്നത്. എൻ്റെ 3 എണ്ണം അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അവന്മാർക്ക് ഈ കറങ്ങാൻ പോവുക, എവിടെയെങ്കിലും പോവുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതാ അവന്മാർ ഒരുങ്ങി അവന്മാരെ കയറ്റി വണ്ടിയപ്പം ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് ഇത്. കല്യാണം ശരിക്കും മറ്റേ ചേപ്പാട്ടായിരുന്നു. ഇതും എൻ്റെ ഒരു ഓഫുള്ള ദിവസമാണ്. ഒരു ഓഫ് കിട്ടുന്ന ദിവസം ഷടേന്ന് എങ്ങനെ പോകും എന്നറിയത്തില്ല. അത് ഷടേന്നാണ് പോകുന്നത് സത്യത്തിൽ. അന്നത്തെ ദിവസം കല്യാണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം കംപ്ലീറ്റ് അങ്ങനെ പോയി. ഒരു ദിവസം ഓഫ് കിട്ടിയാൽ തന്നെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും ഒക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ എനിക്കുള്ളത് സത്യത്തിൽ. അത് എന്താണെന്നറിയത്തില്ല. ഡെയിലി റുട്ടീൻ ഇത് തന്നെയാണ്. ഓഫുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ ബിസിയും കാര്യങ്ങളും വരും. അങ്ങനെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് പോവും. എന്നാൽ നമ്മൾ വിചാരിക്കും ഓഫുള്ള ദിവസം ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊന്നും നടക്കുകയില്ല. ഇതും അതേപോലെ തന്നെ എൻ്റെ ഒരു ഓഫുള്ള ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ദാണ്ട് പോവുകയാണ്. ഇച്ചിരി ഏറെ ദൂരം ഉണ്ടായിരുന്നു. ഹരിപ്പാടായിരുന്നു കല്യാണം. ചേപ്പാട് കഴിഞ്ഞിട്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയത് മാവേലിക്കര റൂട്ട് വഴിയാണ് പോയത്. ഞങ്ങൾ മാവേലിക്കര ഞാൻ മാവേലിക്കരയാണ് ഈ കാണുന്നതൊക്കെ. മാവേലിക്കര ജംഗ്ഷനൊക്കെയാണ് കാണുന്നത്. അവിടുന്ന് ഞങ്ങൾ കല്യാണത്തിന് പക്ഷേ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഓൾറെഡി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് തിരിച്ചു. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് പള്ളിയിലേക്കാണ് പോയത്. പള്ളി ശരിക്കും ബൈപ്പാസ് റോഡിൽ തന്നെയായിരുന്നു. മീൻസ് MG റോഡിൽ തന്നെയായിരുന്നു പള്ളിയുള്ളത്. അപ്പം ഞങ്ങൾ ഇതിന് മുമ്പും ഈ പള്ളിയിൽ പോയതായതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് വഴി തെറ്റാതെ കറക്റ്റായിട്ട് പള്ളിയിൽ തന്നെ എത്തി. ഇതാണ് ഓർത്തഡോക്സ് പള്ളിയായിരുന്നു. പഴയ പള്ളിയായിരുന്നു. ഇവിടെ ഒരു തിരുമേനിയുടെ കബറടക്കവും കബറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന ഉടനെ തന്നെ നമ്മളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡുള്ളിടത്തും ഡ്രിങ്ക്സ് ഉള്ളിടത്തോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അന്നേരം ആദ്യമേ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടോട്ട് തന്നെയാണ് പോയത്. അവന്മാരും കാരണം ഇച്ചിരിയേറെ ദൂരം ഉള്ളത് കൊണ്ട് അവന്മാരും ഭയങ്കര ടയേർഡായിരുന്നു. ചൂടുണ്ടായിരുന്നു. അപ്പം ക്ലൈമറ്റ് ചൂടായിരുന്നു. ഭയങ്കര ദാഹമായിരുന്നു. എന്തായാലും ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ സത്യത്തിൽ ജ്യൂസുകൾ മാത്രമേ ഉള്ളായിരുന്നു. സ്നാക്സ് എല്ലാം കംപ്ലീറ്റായിട്ട് തീർന്നിരിക്കുമായിരുന്നു. പക്ഷേ ജ്യൂസ് രണ്ടോ മൂന്നോ തരത്തിലുള്ള ജ്യൂസ് ഉണ്ടായിരുന്നു. വാട്ടർ മെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു, ഗ്രേപ്പ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ഇവന്മാർക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടം വാട്ടർ മെലനാണ്. അവന്മാരത് ഒരു 2 ഗ്ലാസ് വെച്ചിട്ട് എല്ലാവരും 3 പേരും കുടിച്ചിട്ടുണ്ട്. കുഞ്ഞും കുടിച്ചു. പക്ഷേ സ്നാക്സായിട്ടൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം അപ്പോഴത്തേക്ക് കല്യാണം ഒരു 1/4 പോർഷൻ കഴിഞ്ഞിരുന്നു ഞങ്ങൾ ചെന്നപ്പം. പിന്നെ അവിടെ കിടന്ന് കാറയിലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ മെയിൻ നോട്ടം. അവന്മാർക്ക് വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ക്രേസുള്ളൊരു കാര്യമാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാരണം ഞങ്ങൾക്ക് പള്ളിക്കകത്തോട്ട് കയറാനൊത്തില്ല. കാരണം പള്ളി ചെറിയൊരു പള്ളിയാണ്. ഒത്തിരി ആൾക്കാർക്കൊന്നും ഇരിക്കാൻ നിൽക്കാനൊക്കത്തില്ല. അപ്പം വെളിയിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളിരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ TV പോർഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് LED TV നമുക്ക് കല്യാണം കാണത്തക്ക രീതിയിൽ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ വെളിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കല്യാണം മുഴുവൻ കണ്ടു. ഇപ്പം മിന്നു കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതാണ് ആ സ്ക്രീനൊക്കെ TVക്കകത്ത് കാണാനൊക്കുന്നത്. അങ്ങനെ കല്യാണം മിന്നു കെട്ടിക്കഴിഞ്ഞു. ഞങ്ങളെന്തായാലും അവിടെ വെളിയിലിരുന്നിട്ടാണെങ്കിലും കല്യാണം ഒരു ഫുൾ മീൻസ് ഒരു 1/4 ഭാഗം മുതലാണ് കണ്ടതെങ്കിലും ഞങ്ങളത് മുഴുവൻ കാണാനൊത്തു. കാരണം വെളിയിലിരുന്നിട്ടാണെങ്കിലും നമുക്ക് ആ TVയുടെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ശരിക്കും ഒരു സൗകര്യമാണ്. കാരണം നമുക്ക് അകത്തോട്ട് കയറാനൊക്കാത്തവർക്ക് വെളിയിലിരുന്നിട്ടാണെങ്കിലും കാണാനൊരു സൗകര്യമുള്ളത് അതൊരു വലിയൊരു ഇതാണ്. കാരണം മമ്മിക്കൊക്കെ ആണെങ്കിലും അകത്തോട്ട് ഇടിച്ച് തള്ളി അകത്തോട്ട് കയറാതെ അവിടെ വെളിയിലിരുന്ന് കാണാനൊത്തു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ശരിക്കും ഈ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ പപ്പായുടെ അനിയൻ്റെ
വൈഫിൻ്റെ റിലേഷനിലുള്ള ഒരു മോൻ്റെ കല്യാണമായിരുന്നു. ചെറുക്കനും പെണ്ണും യുകെയിലാണ്. കുറേ അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം എന്തായാലും ഭംഗിയായിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ ഫോട്ടോ എടുപ്പും ചടങ്ങും അതും ഇതൊക്കെ ആയിരുന്നു. അവിടെ കൊയറുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അടുത്ത പരിപാടി ഫുഡാണല്ലോ. അപ്പം അതിന് ഇച്ചിരി ടൈം ഉണ്ടായിരുന്നു. കാരണം പെണ്ണും ചെറുക്കനും വരണമായിരുന്നു ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഹോളിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് കസേരകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോഴത്തേക്ക് എൻ്റെ ചെറിയ ആൾക്ക് ചെറിയ മൂശാട്ടയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി എന്ന് പറയാം. എന്തായാലും കുറച്ച് നേരമൊക്കെ അവന്മാരെ പിടിച്ചിരുത്തി. അങ്ങനെ എന്തായാലും ഹോൾ തുറന്നു. ഞങ്ങളെല്ലാവരും കയറി. ആദ്യമേ സീറ്റ് തന്നെ പിടിച്ചു. എല്ലാവർക്കും ഒരു ഒരു ടേബിളിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും. ആദ്യമേ കൊച്ചവൻ കുറേ എന്നെ കുറച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തെങ്കിലും കാരണം അവൻ ആകെപ്പാടെ അങ്ങ് ഇറിറ്റേറ്റഡ് ആയിരുന്നു അത്രയും നേരം. കാരണം ഒന്നാമത് ചൂട്, ക്ലൈമറ്റ് ചൂട്, പിന്നെ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു മൂശാട്ടയൊക്കെ. എന്തായാലും ഞങ്ങൾ കയറി ഇരുന്നൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെറുക്കനും പെണ്ണും വന്നു. അവർ സ്റ്റേജിലോട്ട് പോയി. പുറകിന് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് ആ കാണുന്നത്. അവൾ കൊച്ചു കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതാണ്. പക്ഷേ അവൾ കൊടുക്കുമ്പോൾ അവൻ അതിന് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അവളുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. കാരണം അവൻ ഭയങ്കര മൂശാട്ടയായിരുന്നു കൊച്ചു കുഞ്ഞ്. ഇതാണ് എൻ്റെ പപ്പയുടെ അനിയൻ്റെ വൈഫ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നു. സത്യത്തിൽ അമ്മാമ്മ പറയുന്നു അമ്മാമ്മയുടെ സാരിയെക്കുറിച്ച് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു സത്യത്തിൽ. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മാമ്മയുടെ ബ്ലൗസ് ഒന്ന് ചെറിയൊരു തയ്ച്ചു കൊടുത്ത ഇത് ബ്ലൗസ് ഒന്ന് തേച്ചതാണ്. അത് ഉരുകിപ്പോയി. പിന്നെ അത് വേറെ ഒരു ബ്ലൗസ് പീസ് എടുത്ത് രാത്രി 10 മണിക്ക് ഇരുന്ന് തയ്ച്ച് തയ്യൽക്കാരോട് പറഞ്ഞ് സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞ് തയ്പ്പിച്ച് കിട്ടിയ സാധനമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റേജിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയത്. അവിടെ കേക്ക് മുറിയലും ഒക്കെ മീൻസ് ക്യാൻഡിൽ കത്തിക്കലും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു. കാരണം എല്ലാവർക്കും വിശക്കുന്നു എന്ന് എല്ലാവർക്കും അച്ഛന് മനസ്സിലായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അച്ഛൻ പെട്ടെന്ന് പ്രാർത്ഥനയും തുടങ്ങി കഴിക്കാനുള്ളത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. എൻ്റെ പിള്ളേർ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. അപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടായിരുന്നു. നാടൻ ഫുഡായിരുന്നു, നാടൻ ഊണ്. പക്ഷേ അവന്മാർ ചിക്കൻ മാത്രമാണ് എടുത്ത് കഴിച്ചത്. പിന്നെ ആ പച്ചച്ചോറും. എന്തായാലും ഞങ്ങൾ കഴിച്ചേച്ച് ഇറങ്ങി. പിന്നെയും പിന്നെയും ഞങ്ങൾ ഫോട്ടോ എടുപ്പ് എൻ്റെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടികളുടെ മുന്നിൽ. ആദ്യമേ കണ്ടത് BMW ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഓഡിയുടെ മുന്നിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോ ഒക്കെ 3 പേരും തകൃതിയായിട്ട് കുറേ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. കാരണം ഒത്തിരി ലേറ്റായി. ഒത്തിരി ലേറ്റായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം. അപ്പം പിന്നെ ഞങ്ങളധികം നിന്നില്ല. അമ്മാമ്മ പറഞ്ഞായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കണമെന്ന്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അതെല്ലാം ആകെപ്പാടെ കുഞ്ഞും മൂശാട്ടയായിരുന്നു. എന്തായാലും ലാസ്റ്റിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചതിൻ്റെ സന്തോഷമാണ് എൻ്റെ ചെറിയ ആൾക്ക് കാണുന്നത്. ഒരു 2 ഐസ്ക്രീമൊക്കെ നല്ലോണം കഴിച്ച ആൾ. ഞങ്ങളെന്തായാലും ആ വഴി നേരെ ഞങ്ങൾ ചേപ്പാട് മാന്നാർ വഴി ഞങ്ങൾ പരുമല പള്ളിയിലൊന്ന് കയറാമെന്ന് വിചാരിച്ച്. കുറച്ച് നാളായിട്ട് പപ്പയും മമ്മിയും പറയുന്നതാണ് പരുമല പള്ളിയിലൊന്ന് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വഴി നേരെ ഞങ്ങൾ പരുമല പള്ളിക്ക് വെച്ച് പിടിച്ചു. ഞങ്ങൾ പരുമല പള്ളിയിലെത്തി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പപ്പായും മമ്മിയും ഇറക്കി വിട്ടിട്ട് ഞാൻ ചില്ലറ വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു. അത് അപ്പോഴത്തേക്ക് ഞങ്ങൾ കബറിടത്തിൻ്റെ അവിടെ വന്ന് പരമല തിരുമേനി എൻ്റെ കൊച്ചു കുഞ്ഞിനെ കണ്ടു. അവൻ പ്രാർത്ഥിക്കുക എന്താണെന്നൊന്നും അറിയത്തില്ല. അവനും ചേട്ടന്മാരും നിൽക്കുന്ന മാതിരി തന്നെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചേച്ച് അവിടെ പൈസ ഇട്ടതുകൊണ്ട് അവൻ ആദ്യമേ പോയി ഇട്ടത്. അവന് അതൊക്കെ ഇഷ്ടം കേട്ടോ, എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പം അവൻ അങ്ങനെ പൈസ ഇട്ടിട്ട് തിരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നമ്മുടെ പരമല തിരുമേനി കിടന്ന മീൻസ് കട്ടിലൊക്കെ ഉണ്ടല്ലോ, അവിടെയും കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. പിള്ളേരും പ്രാർത്ഥിച്ചു. എന്താണ് ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലെന്ന് അറിയത്തില്ല. പക്ഷേ അവന്മാരും അവിടെ നിന്ന് 3 പേരും നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങളെ കാത്തോണേന്നോ എന്തൊക്കെയോ പറഞ്ഞു. കൊച്ചു കുഞ്ഞ് കുരിശ് വരയ്ക്കട്ടെ, കുരിശ് വരയ്ക്കണം എന്ന്, അതായത് നെറ്റിക്ക് എണ്ണ തേച്ച് കൊടുക്കാമെന്നാണ് ഈ പറയുന്നത്. ലാസ്റ്റിൽ അവൻ രണ്ടാമത്തവനെ കണ്ടോ, രണ്ടാമത്തെ മുട്ടുകുത്തിയൊക്കെ
ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന ആരോ ചെയ്യുന്നത് കണ്ട് അത് തന്നെ ഫോളോ ചെയ്യുകയാണ് സത്യത്തിൽ. അത് കണ്ട് കഴിഞ്ഞപ്പം ദാണ്ട് കൊച്ചവനും പോയി അവൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. കാരണം എന്തായാലും ഫോളോ ചെയ്യുന്നല്ലോ, മറ്റുള്ളവരെ കണ്ടിട്ടാണെങ്കിലും അതങ്ങനെ ചെയ്യണം, അങ്ങനെ നിൽക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അവർക്കും ഒരു ചിന്തയുണ്ടല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യം. എന്തായാലും ഞങ്ങൾ പരമലപ്പള്ളിയിൽ നിന്ന് ലാസ്റ്റിൽ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ചുരുക്കത്തിൽ എൻ്റെ ഒരു ദിവസം അങ്ങനെ അങ്ങ് തീർന്നു. ഓഫ് എന്നുള്ള ദിവസം അങ്ങനെ അങ്ങ് തീർന്നു. നമുക്ക് ഒരു ദിവസം പോലും ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് ഞാൻ പല കാര്യങ്ങളും ഓഫുള്ള ദിവസം പല കാര്യങ്ങളും ചിന്തിക്കും. പക്ഷേ ഒന്നും നടക്കാറില്ല. അങ്ങനെ ചുരുക്കത്തിൽ എൻ്റെ ഒരു ഓഫുള്ള ദിവസം അങ്ങനെ കല്യാണം, പരുമലപ്പള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. അടുത്ത ദിവസം നാളെ പിന്നെയും ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കണം. എല്ലാവരും പിന്നെ എൻ്റെ പിള്ളേർക്ക് ഇപ്പോഴും സന്തോഷത്തിന് ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ. കാരണം അവന്മാർക്ക് ഒരു ദിവസം ഇപ്പം ചെന്ന് കഴിയുമ്പോൾ അവന്മാർക്ക് ട്യൂഷനുണ്ട്. ഇതാണ് പരുമലപ്പള്ളിയുടെ ഒരു ഔട്ടർ ലുക്ക് കേട്ടോ. സത്യത്തിൽ ഭയങ്കര നല്ല രസമാണ്. അതിൻ്റെ ബാക്കിലൊരു പ്രാവും ഒക്കെ ഉണ്ട് കുത്തിവെച്ചേക്കുന്നത്. നല്ല നല്ല രസമാണ് കാണാൻ. എന്തായാലും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.